കാൽക്കുലസിന് അടിസ്ഥാനം കുറിച്ചത് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാവരും പറയും ന്യൂട്ടൺ. എന്നാൽ ന്യൂട്ടൺ ജനിക്കുന്നതിനും 250 വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ കേരളത്തിലെ ഒരു ചെറിയ ഗ്രാമത്തിൽ കാൽക്കുലസിന് അടിസ്ഥാനം കുറിച്ച ഒരു ഗണിതശാസ്ത്രജ്ഞനുണ്ടായിരുന്നു, മാധവ സംഗമ ഗ്രാമം. 14-ാം നൂറ്റാണ്ടിൽ അദ്ദേഹം ആരംഭിച്ച് അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാർ 400ഓളം വർഷം നിലനിർത്തി കൊണ്ടുപോയ ഒന്നാണ് കേരള സ്കൂൾ ഓഫ് ആസ്ട്രോണമി ആൻഡ് മാത്തമാറ്റിക്സ്. എക്സാക്റ്റായ ഒരു വർഷം പറയാൻ പറ്റില്ലെങ്കിലും 14-ാം നൂറ്റാണ്ടിനും 17-ാം നൂറ്റാണ്ടിനും ഇടയിലാണ് ഈ കേരള സ്കൂളിൻ്റെ പ്രവർത്തനം പ്രധാനമായി നടന്നുപോയത്. ഇത് നമ്മുടെ ഇപ്പോഴത്തെ സെൻസിലുള്ള സ്കൂള് പോലെ ക്ലാസ് മുറികളൊക്കെ ആയിട്ടുള്ളതല്ല, കൈമാറി വന്ന പഠനരീതി ആയതുകൊണ്ടാണ് സ്കൂൾ എന്ന് വിളിക്കുന്നത്. കേരള സ്കൂളിൻ്റെ സംഭാവനകളെയും അതുമായി ബന്ധപ്പെട്ട മലയാളികളെയും പറ്റി അറിയാൻ സാധിക്കുന്ന 6 പ്രധാന ടെക്സ്റ്റുകളാണ് എവിഡൻസായി ഇപ്പോൾ നിലവിലുള്ളത്. ആ കാലഘട്ടത്തിൽ ഉപയോഗിച്ചിരുന്ന ഭാഷ, ലിപി, ചിഹ്നങ്ങളൊക്കെ ഇപ്പോൾ ഉള്ളതിൽ നിന്നും വ്യത്യസ്തമായിരുന്നു. പ്രത്യേകിച്ച് ഇന്ത്യയിലേത് ശ്ലോകങ്ങളായും വാക്യങ്ങളുമായിട്ടാണ് പല അറിവുകളും എഴുതി വച്ചിരുന്നത്. അതും സംസ്കൃതമായിരുന്നു കൂടുതലും. മധ്യകാലഘട്ടത്തിലെ കേരളത്തിൽ നിലവിലുണ്ടായിരുന്ന സംസ്കൃതവും ആ കാലത്തിലെ മലയാളവുമായിരുന്നു കേരള സ്കൂളിലെ എഴുത്തുകൾക്ക് ഉപയോഗിച്ചിരുന്ന ഭാഷ. മാധവ സംഗമ ഗ്രാമയ്ക്ക് ഗണിതത്തിലും ആസ്ട്രോണമിയിലും താല്പര്യമുണ്ടായത് എങ്ങനെയാണ്, അദ്ദേഹത്തിൻ്റെ ഗുരു ആരൊക്കെയാണ്, ഇതിനെപ്പറ്റിയൊന്നും വലിയ അറിവില്ല. 1340-ാം ആണ്ടിലാണ് അദ്ദേഹം ജനിച്ചതെന്ന് കണക്കാക്കുന്നു. ഇദ്ദേഹം എഴുതിയതായ കൃതികളോ തിയറികളോ ഒന്നും ഇന്ന് ഫിസിക്കലി അവശേഷിക്കുന്നില്ല. ശിഷ്യന്മാരിലൂടെയാണ് അദ്ദേഹത്തിൻ്റെ ബുദ്ധിവൈഭവം, സംഭാവനകളൊക്കെ ലോകം അറിയപ്പെടുന്നത്. ആൻഡ് സം മേ തിങ്ക്, ആ കാലത്ത് എന്തിനായിരുന്നു ആസ്ട്രോണമി? സമ്പൽ സമൃദ്ധമായ ഒരു അഗ്രേറിയൻ സൊസൈറ്റിയായിരുന്ന കേരളത്തിൽ മഴയെയും പ്രകൃതിയെയും പറ്റി അറിവുണ്ടാവുക എന്നത് അന്നത്തെ കാലത്ത് പ്രധാനമായിരുന്നു. അതിനുവേണ്ടി സൂര്യൻ, ചന്ദ്രൻ, പിന്നെ കാണാൻ പറ്റുന്ന സെലസ്റ്റിയൽ വസ്തുക്കളുടെ ഒക്കെ പൊസിഷൻസും അവയുടെ ചലനവും അതനുസരിച്ച് പ്രകൃതിയിലുണ്ടാവുന്ന മാറ്റം അറിയുക എന്നതൊക്കെ പ്രധാനപ്പെട്ട അറിവുകളായിരുന്നു. കേരളത്തിൽ മാത്രമല്ല, ഇന്ത്യയിൽ പലയിടങ്ങളിലും. ഈ പലയിടങ്ങളിൽ നിന്നുള്ള അറിവുകൾ, എസ്പെഷ്യലി സംസ്കൃതത്തിലെ അറിവുകൾ കേരളത്തിലെത്തുമായിരുന്നു. അറിവുള്ളവർ അത് പഠിക്കുകയും ചെയ്യായിരുന്നു, ബിക്കോസ് ഓഫ് ട്രേഡ് ആൻഡ് റിലീജിയൻ. സോ ആ ഒരു കോണ്ടെക്സ്റ്റിലാണ് മാധവ സംഗമ ഗ്രാമയുടെ ആദ്യത്തെ കോൺട്രിബ്യൂഷൻ. വരരുചി എഴുതിയ ചന്ദ്രവാക്യ ഇദ്ദേഹം വായിച്ചു പഠിച്ച് വരരുചി കണ്ടെത്തിയതിൽ നിന്നും ആക്യുറേറ്റായി ചന്ദ്രൻ്റെ പൊസിഷൻസ് ഇദ്ദേഹം കണ്ടെത്തി. ഇതുപോലെ അനവധി ആസ്ട്രോണമിക്കൽ ഒബ്സർവേഷൻസ് ഇദ്ദേഹം നടത്തിയിട്ടുണ്ട്. എന്നാൽ അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ കോൺട്രിബ്യൂഷനായി കണക്കാക്കുന്നത് ഇൻഫൈനൈറ്റ് സീരീസിൻ്റെ എക്സ്പാൻഷൻസ് ആണ്, അതും സൈൻ എക്സിൻ്റെയും കോസ് എക്സിൻ്റെയും. ഇതിന് സമാനമായ ഇൻഫൈനൈറ്റ് സീരീസാണ് 200 വർഷങ്ങൾക്ക് ശേഷം ന്യൂട്ടനും കണ്ടെത്തിയത്. അദ്ദേഹം ടാൻ സീരീസിലൂടെ പൈയുടെ വാല്യൂ 11 ഡെസിമൽ പ്ലേസിൽ കണ്ടെത്തി. ഗണിതം ഉപയോഗിച്ച് റിയൽ വേൾഡ് ആസ്ട്രോണമിക്കൽ കാൽക്കുലേഷൻസ് നടത്തുക എന്നതായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രധാന ലക്ഷ്യം. ഗ്രഹങ്ങളുടെ പൊസിഷൻസ്, അവയുടെ ചലനം എന്നിവ. അതുകൊണ്ട് മാത്സിൽ നിന്നും കണ്ടെത്തിയ സൊല്യൂഷൻസ് ആക്യുറേറ്റ് ആക്കാൻ വേണ്ടി ഹി റിപ്പീറ്റഡ്ലി ഡിഡ് കറക്ഷൻ ടെക്നിക്സ്. മരിക്കുന്നതിന് മുമ്പ് അദ്ദേഹം തൻ്റെ ഈ അറിവുകൾ ശിഷ്യന്മാർക്ക് പകർന്നു നൽകി. ശിഷ്യന്മാർ പലരും അദ്ദേഹത്തെ വിളിച്ചിരുന്ന പേരായിരുന്നു ഗോളാവിത്ത്, വൺ ഹൂ നോസ് ദ സ്ഫിയർ. അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാരിലൂടെ കേരള സ്കൂൾ ഓഫ് ആസ്ട്രോണമി ആൻഡ് മാത്തമാറ്റിക്സ് വീണ്ടും വികസിച്ചു. ഇദ്ദേഹത്തിൻ്റെ പ്രധാന ശിഷ്യന്മാരിൽ ഒരാളായിരുന്നു പരമേശ്വര. അന്നത്തെ കാലത്ത് ജൈനമതക്കാരുടെയും ബുദ്ധമതക്കാരുടെയും ഒക്കെ വരവ് കാരണം കേരളത്തിലെ പ്രധാന വിദ്യാഭ്യാസ കേന്ദ്രമായി മാറിയ ആലത്തൂരിൽ ജനിച്ച പരമേശ്വര ആസ്ട്രോണമിയും മാത്തമാറ്റിക്സും മാധവ സംഗമ ഗ്രാമയിൽ നിന്നും അഭ്യസിച്ചു. ആര്യഭട്ടൻ എഴുതിയ ആര്യഭട്ടീയ, ഭാസ്കര ഒന്നാമൻ എഴുതിയ മഹാഭാസ്കരീയ, ലഘുഭാസ്കരീയ, ഭാസ്കര രണ്ടാമൻ എഴുതിയ ലീലാവതി എന്നീ ഗ്രന്ഥങ്ങൾ വായിച്ച് മനസ്സിലായ കാര്യങ്ങൾ ഒരു കമൻ്ററി പോലെ ഇദ്ദേഹം എഴുതി. ആസ്ട്രോണമിയിൽ അതീവ തൽപരനായിരുന്ന അദ്ദേഹം പ്ലാനറ്ററി ആസ്ട്രോണമിയെപ്പറ്റി ത്രിഗണിതശാസ്ത്ര എന്ന പുസ്തകത്തിലും സ്പെറിക്കൽ ആസ്ട്രോണമിയെപ്പറ്റി ഗോളപീഠിക എന്ന പുസ്തകത്തിലും എഴുതി. ഇവയിൽ രണ്ടിലുമായി നിഴലുകൾ, പാരലാക്സ്, ഗ്രഹങ്ങളുടെ ട്രൂ മോഷനും അപ്പാരൻ്റ് മോഷനും, ഭൂമിയുടെ സർക്കംഫറൻസ് കണ്ടെത്താനുള്ള മെത്തേഡുകൾ ഒക്കെ ഇദ്ദേഹം എഴുതി. ഒബ്സർവേഷൻസിന് പ്രാധാന്യം കൊടുത്തിരുന്ന അദ്ദേഹം അടുത്തുള്ള കടപ്പുറത്ത് പോയി സൂര്യഗ്രഹണവും ചന്ദ്രഗ്രഹണവും നേരിട്ട് കണ്ട് ഒബ്സർവേഷൻസ് കുറിച്ചു വെച്ചു.
പരമേശ്വരയും അദ്ദേഹത്തിൻ്റെ കോൺട്രിബ്യൂഷൻസും ശിഷ്യനായ നീലകണ്ഠ സോമയാജിയെ വളരെയധികം സഹായിച്ചു. കേരള സ്കൂളിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഇൻഫ്ലുവൻഷ്യലായ വ്യക്തിത്വമായിരുന്നു നീലകണ്ഠ സോമയാജി. കേരളത്തിന് പുറമെ അയൽ സംസ്ഥാനങ്ങളിലെ ഗണിതശാസ്ത്രജ്ഞരുമായും ജ്യോതിശാസ്ത്രജ്ഞരുമായും അദ്ദേഹം സമ്പർക്കം പുലർത്തിയിരുന്നതായി തെളിവുകളുണ്ട്. ആൻഡ് മലയാള ഭാഷയുടെ പിതാവായ തുഞ്ചത്ത് എഴുത്തച്ഛൻ്റെ ഗുരുവായിരുന്നു ഈ നീലകണ്ഠ സോമയാജി എന്നും ഞാൻ വായിച്ചു. സോ നീലകണ്ഠ സോമയാജി wrote quite a few books on astronomy. അതിൽ അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രധാനമായ ഒന്നാണ് തന്ത്രസംഗ്രഹ. ഇതിൽ ആ കാലത്ത് അതുവരെ നിലവിലുണ്ടായിരുന്നവയെ ഒക്കെക്കാളും ആക്യുറേറ്റായി മെർക്കുറി, വീനസ് എന്നീ ഗ്രഹങ്ങളുടെ സെൻറ്റർ അദ്ദേഹം ഇക്വേഷൻസിലൂടെ കണ്ടെത്തി. അദ്ദേഹത്തിൻ്റെ പ്ലാനറ്ററി മോഡൽ ടൈക്കോ ബ്രാഹയുടെ സോളാർ സിസ്റ്റം മോഡലിന് സമാനമായതായിരുന്നു. പക്ഷേ ടൈക്കോ ബ്രാഹ ജനിക്കുന്നതിന് മുമ്പാണ് ഇദ്ദേഹം ഇത് തയ്യാറാക്കിയത്. നീലകണ്ഠ സോമയാജിയുടെ ശിഷ്യന്മാരിൽ പ്രധാനികളായിരുന്നു ശങ്കരവാര്യർ, ചിത്രഭാനു, ജ്യേഷ്ഠദേവ. ഇതിൽ ജ്യേഷ്ഠദേവ എഴുതിയ യുക്തിഭാസ എന്ന ഗ്രന്ഥം കേരള സ്കൂൾ എന്ന സംരംഭത്തിൻ്റെ അറിയപ്പെടുന്ന ഒരു സംഭാവനയാണ്. നീലകണ്ഠ സോമയാജിയുടെ തന്ത്രസംഗ്രഹയെ അടിസ്ഥാനമാക്കി അക്കാലത്തെ ജ്യോതിശാസ്ത്രജ്ഞന്മാർക്കും ഗണിതശാസ്ത്രജ്ഞന്മാർക്കും ഇടയിൽ ഉപയോഗത്തിലുണ്ടായിരുന്ന നിരവധി തിയറികളും പ്രൂഫുകളുമാണ് ഈ ഗ്രന്ഥത്തിൽ അടങ്ങിയിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ ശിഷ്യനായിരുന്നു അച്യുത പിഷാരടി. ജ്യോതിശാസ്ത്രത്തിൽ മാത്രമല്ല സാഹിത്യത്തിലും വൈദ്യശാസ്ത്രത്തിലും വ്യക്തിമുദ്ര പതിപ്പിച്ച ഒരു ബഹുമുഖ പണ്ഡിതനായിരുന്നു അച്യുത പിഷാരടി. ആൻഡ് അദ്ദേഹത്തിന് ശേഷം പതിയെ ഈ സംരംഭത്തിൻ്റെ ഇൻഫ്ലുവൻസ് കുറഞ്ഞു വന്നു, പ്രോബബ്ലി ബിക്കോസ് ഓഫ് യൂറോപ്യൻ കോളനീസ്. എന്ത് തന്നെ ആയാലും ഇറ്റ്സ് എ സിംബൽ ഓഫ് നോളജ് ആൻഡ് റിമെമ്പറിങ് ദീസ് പീപ്പിൾ is always inspiring and comforting.